വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ് എന്ന് വെച്ച് കയ്യൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോകത്തേ. കലാമണ്ഡലത്തില് ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി, ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം, മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ നിങ്ങൾക്കൂല അമ്മയമ്മമാരൊക്കെ. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ, ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവിടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ്. എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവോ? എന്തു പറ്റി കളിക്കാൻ? എന്തു കളിക്കാൻ പാടില്ലാത്ത? വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ? എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോ? എന്താ മാഷേത്? പ്രാന്തായോ? നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? നീ ആരെ കൂടിയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അതെ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ. പോരാത്തന് കാശിന്റെ നെകളിപ്പോ. നീ നിന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പൊ കളി കാണണം. എന്റെ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില്. നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ? നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ?